നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്ന ആദ്യ നിമിഷങ്ങൾ തന്നെ ശാന്തത കൈവരില്ല. പക്ഷേ അതാണ് ധ്യാനത്തിൻ്റെ തുടക്കം. ആദ്യമായി നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? നിങ്ങളുടെ മനസ്സ് പറയുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഇന്നത്തെ പ്രശ്നങ്ങൾ, പഴയ ഓർമ്മകൾ, പരാജയങ്ങൾ, ഭയങ്ങൾ, സംശയങ്ങൾ എല്ലാം ഒന്നിച്ചു വന്ന് മുന്നിൽ നിൽക്കും. അത് തെറ്റല്ല. അതുതന്നെയാണ് ധ്യാനത്തിൻ്റെ ആദ്യ പടിയെന്ന് വേണം പറയാൻ. ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് നാളായി നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ശ്വാസം നിശബ്ദമായൊരു ഗുരുവാണ്. നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അത് അതിൻ്റേതായ ഋതത്തിൽ നിങ്ങൾക്ക് സമാധാനം നൽകും. പുറത്തു വരും, ഉള്ളിൽ കയറും, അതേ ഋതത്തിൽ തന്നെ. ഇതിൽ വലിയൊരു രഹസ്യമുണ്ട്. ശ്വാസം ശാന്തമാകുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാകുകയാണ്. പിന്നീട് നമ്മുടെ മനസ്സ് അല്പം നിശബ്ദമാകുന്നു. ചെറിയൊരു നിമിഷം മനസ്സ് ചിന്തകൾ നിർത്തുന്നില്ല എങ്കിൽ പോലും അല്പം പിറകോട്ട് മാറുന്നു. നിങ്ങൾക്ക് തോന്നും ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഉള്ളിൽ എന്തോ ഒരു മാറ്റമുണ്ടാകുന്നതായിട്ട്. ഇതൊരു വലിയ ട്യൂണിംഗ് പോയിൻ്റാണ്. ഇപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എത്തിത്തുടങ്ങുന്നത്. ഒരു ചൂട് അനുഭവപ്പെടും. ഒരു ചെറിയൊരു പ്രകാശം പോലെ തോന്നും. അതെല്ലാം വരുന്ന നിമിഷം ഇത് മാജിക്കായിട്ടുള്ള ഒരു കാര്യമല്ല. അത്രയും അത്ഭുതകരമായ കാര്യവുമല്ല. പക്ഷേ ഒരു ചെറിയ ഒരു സുരക്ഷിതത്വം, ഒരു ചെറിയ ചൂട്, ഒരു ചെറിയ പ്രകാശം നിങ്ങൾ ഉള്ളിൽ അനുഭവിക്കണം. എന്താണത്? അത് നിങ്ങളുടെ ആത്മാവ് ആദ്യമായി നിങ്ങൾക്ക് മറുപടി പറയുന്ന നിമിഷമാണ്. പലർക്കും ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമായി തോന്നും. മറ്റുള്ളവർക്ക് അത് ആഴത്തിലുള്ള സമാധാനമായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സത്യസ്വരൂപം നിങ്ങളിലെത്തുന്ന ആ ഒരു നിമിഷമാണത്. അതിലൂടെ നിങ്ങളുടെ ശരീരം ലളിതമാകുന്നു. മാസങ്ങൾ കഴിഞ്ഞാൽ അതിരുകൾ അല്പം ഉദാഹരണത്തിന് നിങ്ങളുടെ കൈകളുടെ ഭാരം കുറയുന്നു, ശരീരം മാഞ്ഞു പോകുന്നതായിട്ടൊരു ഫീൽ ഉണ്ടാകുന്നത്, തലയ്ക്കുള്ളിൽ ആഴമുള്ള ഒരു ശാന്തത ഉണ്ടാകുന്നത്. ഇത് പൂർണ്ണമായും നാഡികളും ശ്വാസവും ശാന്തമാകുന്നതിൻ്റെ ലക്ഷണമാണ്. ഭയങ്ങൾ, വേദനകൾ അതെല്ലാം നമ്മളിലേക്ക് ഉയർന്നു വരും. പിന്നെ അത് താനെ കാണാതെ പോകും. ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം സുഖം മാത്രമാകും എന്ന് ചിലർ കരുതുന്നുണ്ട്. പക്ഷേ ശരിയാണ്, ആദ്യം നിങ്ങളുടെ ഭയങ്ങളിൽ ചിലത് പുറത്തു വരും. പക്ഷേ അത് നല്ലതാണ്. അവ മുകളിലേക്ക് വരുമ്പോഴാണ് അത് പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾ അവയെ നേരിട്ട് കാണുന്ന നിമിഷം അവയുടെ ശക്തി ഇല്ലാതെയാകുകയാണ്. തുടർന്ന് നമ്മൾക്കുണ്ടാകുന്ന വലിയൊരു തിരിച്ചറിവ്. ഒരു ദിവസം നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഞാൻ ഇതുവരെ പുറത്താണ് എല്ലാം തിരഞ്ഞത്, പക്ഷേ എല്ലാം എൻ്റെ ഉള്ളിലായിരുന്നു എന്ന്. അത് മനുഷ്യന് ജീവിതം ഒന്നാകെ മാറ്റുന്ന ഒരു തിരിച്ചറിവാണ്. അത് ധ്യാനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. യഥാർത്ഥ ഒരു ധ്യാനാനുഭവം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായൊരു ഒരു സ്പർശനം പോലെയാണ്. കേൾക്കാൻ ശബ്ദമില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കും. കൂടുതൽ ശാന്തത കൈവരും, കൂടുതൽ ബോധം വരും. എല്ലാത്തിനും പ്രതികരിച്ചുകൊണ്ടിരുന്ന സമയങ്ങൾ പെട്ടെന്ന് എല്ലാത്തിലും പ്രതികരിക്കുന്ന സ്വഭാവത്തെയൊക്കെ ഒന്ന് മാറ്റിവെക്കും. കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. സംസാരങ്ങളൊന്ന് കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ജീവിതം അതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഓരോ കാര്യങ്ങളും നമ്മളത് നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കണ്ട രീതിയിലായിരിക്കില്ല ഈ ധ്യാനാനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ആ കാര്യത്തെ നോക്കിക്കാണുന്നത്. കാരണം സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ആരംഭിച്ചിരിക്കും. ആത്മാവിനെ ഒരിക്കൽ എങ്കിലും ശാന്തമായി കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്കെല്ലാവർക്കും ജീവിതം പറയുന്ന ഒരു സത്യം എന്താണെന്ന് നോക്കിയാൽ
ധ്യാനം നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം കണ്ണടച്ചിട്ടുള്ള ഇരിപ്പ് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ ശബ്ദം കുറയുന്ന ഒരു സ്ഥലം, നമ്മുടെ പേടികൾ, നമ്മുടെ ഭയങ്ങൾ ഇല്ലാതാകുന്ന ഒരിടം, നമ്മുടെ ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ സത്യസന്ധമാകുന്ന ഒരിടം, എല്ലാം നിശ്ചലതയിൽ ദൈവം ശബ്ദമില്ലാതെ ഇരിക്കുന്ന ഒരിടം. അവിടേക്കാണ് നമ്മളെ ഈ ധ്യാനം കൂട്ടിക്കൊണ്ടു പോകുന്നത്. ധ്യാനം നമ്മളെ ഒന്നാണ് പഠിപ്പിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, സമാധാനം നമ്മളിൽ തന്നെയാണ് ഉള്ളതെന്ന്. ഈ ലോകം മുഴുവൻ മാറിയാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയെ പിടിച്ചു നിർത്താൻ പഠിച്ചാൽ ഒന്നും പിന്നെ നിങ്ങൾക്ക് പേടിക്കാനില്ല. ജീവിതം വളരെയധികം ശബ്ദമുള്ളതായി തോന്നും, ആയിരിക്കാം, പക്ഷേ നിങ്ങൾ നിശബ്ദമാകും. ലോകം ഓടിക്കൊണ്ടേയിരിക്കും, പക്ഷേ നിങ്ങൾ സമാധാനത്തോടെ നടക്കും. മറ്റെല്ലാവരും പുറത്തേക്കായിരിക്കും നോക്കുന്നത്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കും. അപ്പോൾ ഈ സത്യങ്ങൾ തേടിയുള്ള യാത്ര എന്ന് പറയുന്നത് അത്രയൊന്നും ചെറിയ ഒരു കാര്യമല്ല. അതേസമയം അത്രയും നമ്മൾക്ക് കാഠിന്യമുള്ളതോ അല്ലെങ്കിൽ ദൂരമുള്ളതോ എന്തെങ്കിലും അത്ഭുതങ്ങൾ നിറഞ്ഞതോ, അല്ലെങ്കിൽ അത്ഭുതം മീൻസ് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. നമ്മളിൽ നിന്നും നമ്മളിലേക്കുള്ള ചെറിയൊരു മടങ്ങി വരവ്, അതാണ് ഈ ധ്യാനയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാനം നമ്മളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ല, ദൈവം നമ്മളിൽ തന്നെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയിക്കുന്ന ഒരു യാത്രയാണ് ധ്യാനത്തിലൂടെ നമ്മൾ സത്യങ്ങൾ തേടുന്നത്. അപ്പോൾ എല്ലാവരും ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതിൽ കൂടെ മാത്രമേ നമ്മൾക്ക് മനസ്സമാധാനവും സന്തോഷവും സമാധാനത്തോടെയും നമ്മൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. സത്യങ്ങൾ മനസ്സിലാക്കുക, ഇനിയെങ്കിലും വൈകിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.